ഓർമ്മ വരുന്നില്ല. തൻ്റെ പേരും വിളിച്ച് കരയുന്ന ലച്ചുവിൻ്റെ കരച്ചിൽ മാത്രം ഇപ്പോഴും ചെവിയിൽ കേൾക്കാം. അതാണല്ലോ തനിക്ക് ബോധം നഷ്ടമാകുമ്പോൾ കേട്ടത്. ദയവ് ഓർത്തു. ബോധം വന്നപ്പോൾ തന്നെ ചോദിച്ച് ലച്ചുവിനെയും മക്കളെയുമാണ്. പുറത്തുണ്ടെന്ന് നേഴ്സ് പറഞ്ഞപ്പോഴാണ് ഇത്തിരി ആശ്വാസമായത്. അവരെ കണ്ടാൽ മാത്രമേ തനിക്ക് സമാധാനം തോന്നിയെന്ന് അറിഞ്ഞുകൊണ്ടാണ് നേഴ്സിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും മക്കളെ കാണണമെന്ന് പറഞ്ഞത്. കുട്ടികളായതുകൊണ്ട് അകത്തേക്ക് കയറ്റിവില്ലെന്നറിയാം. പക്ഷേ അവരെ കണ്ടിൽ തനിക്ക് സമാധാനമാവില്ല. മക്കളെ കാണാമെന്ന് പറഞ്ഞാൽ ലച്ചുവും കൂടെ കാണുമെന്ന് ഓർത്ത് ദേവിന്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് സുഭദ്രയും കുട്ടികളും വന്നു. ഇനി ലച്ചുവിന് വയ്യേ? അവരൊക്കെ കളവ് പറഞ്ഞാണ് അവൾക്കൊന്നുമില്ലെന്ന്. അവൾ എന്തുകൊണ്ട് തന്നെ കാണാൻ വന്നില്ല എന്നൊക്കെ ഒരു 100 ചോദ്യം അവന്റെ മനസ്സിൽ കുമിഞ്ഞുകൂടി. അച്ഛാ! രണ്ടുപേരുടെയും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ട്. അയ്യേ, അച്ഛന്റെ പഞ്ചാരമണികൾ കരയാണ്. അയ്യേ, മോശം. അവൻ പതുക്കെ പറഞ്ഞുകൊണ്ട് രണ്ടാളുടെയും കണ്ണുനീർ തുടച്ചു കൊടുത്തു. രണ്ടാൾ അവന്റെ കമിളിൽ ഉമ്മ കൊടുക്കാനും മറന്നില്ല. അച്ഛയുടെ മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അവരെ ആകമൊത്തം നോക്കി. അതിനവരില്ലെന്ന് തലയാട്ടി. സുഭദ്ര അവനെ നെറ്റിൽ സ്നേഹത്തോടെ ചുംബിച്ചു. എൻ്റെ പൊന്നമ്മ, ഇങ്ങനെ കരയില്ലേ? ഇത്ര സമയം കരഞ്ഞാണെന്ന് എനിക്കറിയാം. ഇനിയെങ്കിലും നിർത്താൻ നോക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. കരഞ്ഞ ഓരോ അസുഖം വരുത്തി വെക്കല്ലേ. ദേവ് അവരുടെ കണ്ണീര് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. നിനക്കിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ കിടന്നുകൊണ്ട് പുറത്ത് നിൽക്കുന്നത് ഞങ്ങളല്ലേ തീ തിന്നുന്നത്. അതെ, ഇറങ്ങിക്കോ. ബാക്കി സംസാരിക്കും മുറിയിലെത്തിയിട്ട് പറയാം. ഒരുപാട് സംസാരിക്കണ്ട. ഒരു നേഴ്സ് വന്ന് പറഞ്ഞു. അവർ പുറത്തേക്ക് നടന്നു. അമ്മേ, ലച്ചു? ദേവ് പതിയെ വിളിച്ചു ചോദിച്ചു. പുറത്തുണ്ട്, എങ്ങും പോയില്ല ഇനി. സുഭദ്ര ചിരിയോടെ പറഞ്ഞു. എന്തോ ആ മറുപടി അവനിലൊരു പുഞ്ചിരി വിരിയിച്ചിരുന്നു. പുറത്തേക്ക് സുഭദ്ര ഇറങ്ങിയതും കാണുന്നത് തലക്ക് കൈ കൊടുത്ത് ബെഞ്ചിലിരിക്കുന്ന ലച്ചുവിനെയാണ്. ബാക്കിയുള്ളവർക്ക് സംസാരത്തിലായതുകൊണ്ട് ഇതാരും ശ്രദ്ധിച്ചില്ല. എന്തു പറ്റി മോള്? സുഭദ്ര അവളുടെ അടുത്തേക്ക് പോയി ചോദിക്കുമ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോയത്. ഏയ്, ഒന്നുമില്ലമ്മേ, ഒരു ചെറിയ തലവേദന. നിന്റെ മോൻ കണ്ടിട്ട് ചെറിയ വേദനയാണ് തോന്നില്ലല്ലോ. ഐഷു. ഒന്നുമില്ലടി, ചിലപ്പോൾ ഉറങ്ങാത്തിന് ക്ഷീണമായിരിക്കും. തല പൊട്ടിപ്പോകുന്ന വേദനയിലും ലച്ചു അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. നീ വന്നേ, നമുക്ക് ഡോക്ടറെ കാണിക്കാം, വാ. അതും പറഞ്ഞുകൊണ്ട് ഫാഹു അവളെ എണീപ്പിച്ചു. അവളും കൂടുതൽ ബലം കൊടുത്തില്ല. കാരണം നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൾക്ക്. അയ്യോ ലച്ചു! നടന്നു പോകുന്ന ലച്ചു പെട്ടെന്ന് ബോധം പറഞ്ഞ് വീണുന്നുണ്ട് അവർക്ക് അവളുടെ അടുത്തേക്ക് ഓടി. അപ്പോഴേക്കും ഫാഹു അവളെ പിടിച്ചിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ടെൻഷൻ കാരണമാണ്, പോരാത്തിന് ഉറക്കം കിട്ടാത്തതിൻ്റെയും അതുമല്ല മുറിവുകളുടെ അവസ്ഥ കുറച്ച് മോശമായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രിപ്പിട്ട് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൂടി കൊടുത്തു. മുറിയിൽ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറായി. എന്നിട്ട് ലച്ചു എന്തുകൊണ്ട് തന്നെ കാണാൻ വന്നിരുന്ന് ഓർക്കുകയാണ് ദേവ്. ദേവിനോട് ആരൊന്നും പറഞ്ഞില്ല. കാരണം അവൻ വാശി പിടിച്ച് അവളെ കാണാൻ പോകുമെന്നറിയാം. മുറി വന്ന് ഉണങ്ങാതെ കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. സൂരജ് രശ്മിയൊക്കെ വന്ന് കണ്ടുപോയി. ലച്ചു എവിടെ പോയിന്ന ദേവിയുടെ ചോദ്യത്തിന് ഫഹദാണ് മറുപടി പറഞ്ഞു. അവൾ റൂമിലാണെന്നും ഇത്ര ദിവസത്തെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി എന്നും. തന്നെ കാണാതെ അവൾ അങ്ങനെ ഉറങ്ങില്ലല്ലോ എന്ന് തന്നെ അവൻ ഓർത്ത്. ചിലപ്പോൾ ക്ഷീണം കാരണം കിടന്നായിരിക്കും. പോരാത്തിന് തനിക്ക് ബോധം വരുന്നതിന് മുമ്പ് വന്ന് കണ്ടിരുന്നെന്ന് പറഞ്ഞു അവൻ കൂടുതലും ചോദിച്ചില്ല. ലച്ചുവിനെ കാണാതെ അവനൊരു സമാധാനവുമില്ല. നേഴ്സ് വന്ന് ഗുളിക കൊടുത്തു. അവനൊന്ന് മയങ്ങി. പിന്നീട് 2 മണിക്കൂർ കഴിഞ്ഞാണ് അവൻ ഉണർന്നു. അപ്പോഴേക്കും സമയം മാത്രമില്ലല്ലോ എന്നോർത്ത് ദേവ്. അമ്മേ, കുറച്ച് വെള്ളം തരും അവൻ ചോദിച്ചു. ഫഹദ് അവനെ പതിയെ ചാഞ്ഞിരുത്തി പെട്ടി. സുഭദ്ര വെള്ളം കൊടുത്തു. മുറി ഏകദേശം ഇടത്തെ സൈഡിൽ വയറിന്റെ അടുത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരിക്കാനൊന്നും പറ്റില്ല. ലച്ചുവിന്റെ ഉറക്കം ഇതുവരെ തീർന്നില്ലടാ. ദേവിന്റെ ചോദ്യം കേട്ട് എല്ലാവർക്കും ചിരി വന്നുപോയി. കാരണം അത്രയ്ക്കും യാചനയോടെ കെഞ്ചി ചോദിക്കുന്ന പോലെയാണ് അവന്റെ ചോദ്യം. അവളൊന്ന് ഉറങ്ങിക്കോട്ടെ എൻ്റെ കുഞ്ഞ്. നിനക്ക് ബോധം വരുന്നവരെ അതിന്റെ അവസ്ഥ ഒന്ന് കാണണം. കരഞ്ഞുകൊണ്ടൊന്ന് തിന്നാതെയും കുടിക്കാതെയും. സുഭദ്ര പറഞ്ഞു. ദേവിന് അവളൊന്ന് കണ്ടേ പറ്റൂ എന്ന് തോന്നി. തനിക്കൊരു കുഞ്ഞു മുറിവ് പറ്റിയപ്പോൾ കണ്ണ് നിറക്കുന്നവളാണ്. അവൾക്കിനി അവളെ കത്തിയെടുത്ത് കീറിയെന്ന് പറഞ്ഞാൽ വേദനിക്കാറില്ല. പക്ഷെ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് മാത്രം അവൾ സഹിക്കില്ല. അപ്പോഴേക്കും സൂരജിന്റെ കൂടെ അല്ലുവാതി അകത്തേക്ക് ഓടി വന്നു. എവിടെയായിരുന്നടാ അച്ഛൻ്റെ കുഞ്ഞാപ്പികള്? അമ്മയുടെ ഉവാവിന് ഊതി കൊടുക്കുകയായിരുന്നു. അല്ലു ഒന്നും ആലോചിക്കാതെ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലുവിനെ എന്താ പറഞ്ഞെന്ന് ഓർമ്മ വന്നു. ഫാഹു പറഞ്ഞിരുന്നു അച്ഛനോട് പറയേണ്ടെന്ന്. അല്ലു പണിയായോ അവറാച്ച എന്ന മട്ടിൽ ഇളിയോടെ ഫാഹുവിനെ നോക്കി. ഫാഹു ആണെങ്കിൽ നാക്കടിച്ചുകൊണ്ട് നിന്നെ ശരിയാക്കി തരാൻ വേണ്ടി എന്ന മട്ടിൽ തിരിച്ചു നോക്കി. ലിച്ചുവിന് എന്തു പറ്റിയത്? ദേവ് ഒരൽപ്പം ടെൻഷനോടുകൂടി തന്നെ അവരോടൊക്കെ ചോദിച്ചു. ഡാ, നീ സ്ട്രെയിൻ എടുക്കല്ലേ, അവൾക്കൊന്നുമില്ല. ഫാഹു എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലെന്നോ? നിങ്ങളെല്ലാം പറഞ്ഞ അവൾ കിടക്കുകയാണെന്നോ? എനിക്ക് അവളിപ്പോൾ കാണണം. ദേവു ആശയോടെ പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് ഇറങ്ങാൻ നോക്കി. അബി, നീ എന്താ കാണിക്കുന്നത്? അവൾക്കൊന്നുമില്ല. തലയിലുള്ള മുറിവാരൊരു കുഞ്ഞ് തലവേദന. പോരാതിന് ക്ഷീണകാരണം തലവിറ്റി. ഡ്രിപ്പിട്ടിരിക്കുക, ഇപ്പൊ തീരും. അവളുടനെ ഇങ്ങോട്ട് വരും. പിന്നെ മോനെ, നീ വേണം അവളൊന്ന് സമാധാനിപ്പിക്കാൻ. ആ കുട്ടി കഴിഞ്ഞൊക്കെ തൻ്റെ തെറ്റാണെന്ന് പറഞ്ഞ് നേരി കഴിയുക പുറത്ത്. രാമൻ. അതേടാ, അതിൻ്റെ ടെൻഷൻ കാരണം ഇപ്പൊ ട്രിപ്പിടേണ്ടി വന്നു. ഫാഹു.
എൻ്റെ ദൈവം, ഈ പെണ്ണിനെ കൊണ്ട് എന്തൊക്കെയാ അവൾ ചിന്തിച്ചു കൂട്ടുന്നു. അവൾ വരട്ടെ ഇങ്ങോട്ട്. ദേവ്, ഒരു കാര്യം ചെയ്യ്, അവൾ ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് നയക്ക്. എനിക്കൊന്ന് തനിച്ച് സംസാരിക്കാനുണ്ട്. അവൻ പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് നടന്നു. മക്കൾക്ക് അവനെ സൈറ്റ് അടിച്ചു. കൊല്ലൻ്റെ ഒന്ന് പേടിപ്പിച്ചാൽ മതി അച്ഛാ, അല്ലു പറഞ്ഞിട്ട് അവരൊക്കെ അന്തം വിട്ടു. ശരിയാ അച്ഛാ, അമ്മക്ക് ചെറിയൊരു ഡോസ് മതിയേ. അതി താൻ എന്താണ് ചെയ്യുകയെന്ന് മനസ്സിലാക്കിയ മക്കളെ കണ്ട് ദേവിന് ശരി വന്നുപോയി. അച്ഛൻ്റെ മക്കളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് രണ്ടാൾക്കും അവനൊരു ഉമ്മ കൊടുത്തു. എടി ഭയങ്കരകളെ, എൻ്റെ പാവം ലക്ഷ്മിനെ എന്നെ പണിയെടുക്കണല്ലേ അച്ഛനും മക്കൾക്കും. ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും. നോയിക്കോ ഫാഹു. എന്നാ ഫാഹു ആ നേഴ്സിനോട് കൊഞ്ചിക്കൊണ്ടിരുന്നേ, ഞങ്ങൾ ഐശുമാനോട് പറഞ്ഞു കൊടുക്കും. അതി ഏത് നേഴ്സ്? ഫാഹു അന്തം വിട്ടോട് ചോദിച്ചു. അങ്ങനെ ഇല്ലെങ്കിലും ഞങ്ങൾ വെറുതെ നുണ പറഞ്ഞു കൊടുക്കും. അല്ലു, എൻ്റെ പൊന്നു, ഇതെങ്കിലും ലച്ചുവിൻ്റെ വിത്ത് തന്നെ. അതും പറഞ്ഞുകൊണ്ട് ഫാദ് അവരെ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഓരോന്ന് പറഞ്ഞ് വഴക്കിട്ടുകൊണ്ട് പോകുന്ന ഫാദിനെ കണ്ടിട്ട് ദേവിന് ശരി വന്നുപോയി. അന്നും ഇന്നും അവൻ ഇങ്ങനെ തന്നെയാണ് ഓർത്തുകൊണ്ട്. ക്ലാസ്സിൽ എന്റർടൈൻമെന്റ് ചെയ്യണമെങ്കിൽ ഫാഹദും ലച്ചും തന്നെ വേണം. പക്ഷെ അവനായിരിക്കും കൂടുതൽ വഴക്ക് കേൾക്കാൻ മാഷുമാരുടെ കയ്യിൽ നിന്ന്. കാരണം ലച്ചു കുറച്ച് പഠിക്കുന്നുണ്ട്. അവൾ മാഷുമാർക്കൊക്കെ വലിയ കാര്യമാണ്. ദൈവം ഓർത്തു. എന്തായാലും ലച്ചു ഇങ്ങോട്ട് വരട്ടെ. ഓരോന്ന് ആലോചിച്ചിട്ട് ഇവൾ എവിടുന്നാണ് ദൈവം പഠിച്ചത്. എന്തായാലും ഒരു ഡോസ് കൊടുക്കണം അവൾക്ക്. ദേവ് ഒരു പുഞ്ചിരിയോടെ മനസ്സിൽ പറഞ്ഞു. ഞാൻ പോണോ ഫാഹു? ലച്ചു ഒരൽപ്പം ടെൻഷനോടുകൂടി ചോദിച്ചു. പിന്നെ നീ പോവാതെ, അവൻ നിന്നെ കണ്ടേ പറ്റുള്ളൂ പോലും. എന്തോ അത്യാവശ്യകാരം പറയാണെന്ന് പറഞ്ഞു. ഫാഹു ഒരൽപ്പം മസാലയത്തോട് പറഞ്ഞു. എന്ത് അത്യാവശ്യം ഇപ്പം ദേവക്ക് പറയാനുള്ളത്? അതൊന്നും അറിയില്ല, നിന്നെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇനി കാണാൻ പോയില്ലെങ്കിൽ ഒരിക്കലും അവൻ്റെ മക്കളെയും പിന്നാലെ ഇനി പോരുതെന്ന് പറഞ്ഞു. ഞാനായിട്ട് ഇനി കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞ് ഫാഹു മസാല കൂട്ടി തന്നെ പറഞ്ഞു. ഇങ്ങനെ ഇത് ഓവറാക്കി സ്ഥലമാക്കുമെന്ന മട്ടിൽ പിള്ളേർ അവരെ നോക്കി. ഇപ്പൊ ശരിയാക്കി തരാമെന്ന മട്ടിൽ ഫാഹു തിരിച്ചു. ലച്ചു വേഗം നടക്ക്, പിന്നീട് കറണ്ട് ഗുണമല്ല. അങ്ങോട്ട് ചെല്ലും. ഞാനും മക്കൾ ക്യാൻറ്റീനിൽ പോയിട്ട് വരാം. ലച്ചുവിന്റെ മുറിയുടെ അകത്തേക്കായിട്ട് ഡോറടിച്ച് അവൻ പിള്ളേരെയും കൊണ്ട് പോയി. എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവ് വാതിൽ കൊടുക്കുന്ന ശബ്ദം കേട്ടത്. അകത്തേക്ക് പിടിച്ചള്ളിയെ കൊണ്ട് ലച്ചു വീണില്ലെന്ന മട്ടിലാണ് നിന്ന്. നെറ്റിയിലൊരു ബാൻഡേജും, കണ്ണൊക്കെ ആ കരഞ്ഞ് ചുരുങ്ങി, മുഖമൊക്കെ ആ ക്ഷീണിച്ചിരിക്കുന്ന അവളെ കണ്ടിട്ട് അവന് പാവം തോന്നിപ്പോയി. കഴിഞ്ഞ മണിക്കൂറുകളിൽ അവൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് അവൾ പറയാതെ തന്നെ ദൈവം മനസ്സിലാക്കി. ആ വന്നോ മേഡം, എന്താ അവിടെ തന്നെ ഇങ്ങോട്ട് വാ. തന്റെ മുഖത്തേക്ക് നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്ന ലച്ചുവിനെ കണ്ടവൻ ചോദിച്ചു. ഒരൽപ്പം പുച്ഛത്തോട്, മുഖത്തൊരു പുഞ്ചിരി പോലും ഇല്ലാതെ ഗൗരവത്തോട് ചോദിക്കുന്ന ദൈവനെ കണ്ടിട്ട് ലച്ചു വല്ലാതെയായി. ഇനി ഞാൻ അങ്ങോട്ട് വരണം? ഒരടി പോലും മുമ്പോട്ട് അടക്കാൻ നിൽക്കുന്നവളെ കണ്ട് അവൻ ചോദിച്ചത്. അവൾ വേണ്ടെന്ന മട്ടി തലയാട്ടി അവൻ്റെ അടുത്ത് നിന്നു. ഇങ്ങോട്ടിരുന്നോ. ബെഡിന്റെ ഒരു ഓരത്തേക്ക് ചൂണ്ടി അവൻ പറഞ്ഞു. പേടിക്കണ്ട, നീ അന്ന് പറഞ്ഞ പോലെ ഞാൻ തൊടില തന്നെ. അനുവാദമില്ലാതെ നിന്നെ ഞാനൊന്നും സ്പർശിക്കുക പോലുമില്ല. അതുകൊണ്ടിരുന്നോ. അവൻ അങ്ങനെ പറഞ്ഞു. അവൾ കരച്ചിൽ വന്നുപോയി. അപരിചിതനെ പോലെ സംസാരിക്കുന്ന അവനെ കണ്ടിട്ട് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു. എന്നാലും അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല. അവൾ മെല്ലെ അടുത്തിരുന്നു. മുഖത്തേക്ക് നോക്ക്, എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ. കണ്ണ് നിറച്ച് നോക്കുന്ന അവളെ കണ്ടാൻ വല്ലാതെയായി. എപ്പോഴോ മക്കളെ എനിക്ക് വിട്ടിരുന്നു. 1 ഇയർ കോണ്ടാക്ട് ആയതുകൊണ്ട് ആ കല്യാണം അന്നേ റദ്ദായിപ്പോയി. അച്ഛനെ അറിയിക്കാതെ മക്കളെ വളർത്തുന്നത് നിയമപ്രകാരം കടുത്ത ശിക്ഷയാണെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് പറ, എപ്പോൾ എൻ്റെ മക്കളെ എനിക്ക് തരും? എന്നെ വിശ്വാസമില്ലാത്തൊരു പങ്കാളിയുടെ കൂടെ ഇനി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അവൻ പറഞ്ഞു കഴിഞ്ഞു. ലച്ചുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. നിന്റെ കള്ളക്കണ്ണീരൊന്നും എനിക്ക് കാണണ്ട. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുള്ള എൻ്റെ മക്കളെ കാണാതെ. അവൻ അങ്ങനെ പറഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. ഡി ലച്ചു, കരയില്ലേ? ഞാൻ ചുമ്മാ പെണ്ണ് ഇങ്ങനെ കരയില്ലേ? എനിക്ക് നീയില്ലാതെ പറ്റുമോടി? ഇങ്ങനെ ഒരു മണ്ടി. കരച്ചിൽ നിർത്തി. അവൻ ഓരോന്ന് പറഞ്ഞു. അവൾ പതിയെ കരച്ചിൽ നിർത്തി. എൻ്റെ പൊന്നി ലച്ചു, നീ എപ്പോഴാണ് ഇങ്ങനെ കണ്ണീർ നായികയായത്? അവളുടെ കണ്ണുപിടിച്ചുകൊണ്ട് ചിരിയോട് അവൻ ചോദിച്ചു. എന്താണ് നീ ഒന്നും മിണ്ടാത്തെ? നിന്റെ ഫിലമെന്റ് അടിച്ചു പോയോ? ഇല്ലെങ്കിൽ ബ്ലാ ബ്ലാ തുടങ്ങിയാൽ നിർത്തില്ലല്ലോ. അവൻ ചിരിയോട് ചോദിച്ചു. അവളും ചിരിച്ചു. ദേ ലച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. സംസാരിക്കൊന്നുമില്ല എനിക്ക്. ഒന്നുമില്ലെങ്കിലും 4 വർഷം കഴിഞ്ഞിട്ടല്ലേ പെണ്ണെ എന്നെ ഒന്ന് കാണുന്നു. ഒന്ന് കെട്ടിപ്പിടിക്കുക എന്നെ. വല്ലാതെ കൊതി തോന്നടി നിന്നോട് ചേർന്ന് നിൽക്കാൻ. കണ്ണ് നിറച്ചുകൊണ്ടൊരു പുഞ്ചിരിയോടെ പറയുന്ന അവനെ കണ്ടിട്ട് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. കരഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു. രണ്ടുപേരും കരഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇനി ഒരിക്കലും അകലാൻ സമ്മതിക്കില്ലെന്ന് മട്ടി. ലച്ചു, മതി വേണേ കരഞ്ഞു. അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം കൈക്കുള്ളിലാക്കി. അവളുടെ സിന്ദൂര രേഖയിൽ മെല്ലെ ചുംബിച്ചു. പിന്നീട് അവളുടെ കണ്ണീരെല്ലാം ഓരോ ചുംബനങ്ങളുടെ ലാസനത്തിൽ ഇല്ലാതെയായി. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു പോയിരുന്നു. ഞാൻ ദേവനോട് മതി, കഴിഞ്ഞെന്ന് ഓർക്കണ്ട, പുതിയൊരു തുടക്കം കേട്ടല്ലോ. അവൻ അങ്ങനെ പറഞ്ഞു. അവളൊരു ചിരിയോടെ തലയാട്ടി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്ത് കോലാടി പെണ്ണ ഇത്. കണ്ണൊക്കെ നോക്കി ആകെ കരഞ്ഞു. എന്നെ ഒന്ന് താങ്ങി ബാത്റൂമിൽ കൊണ്ടുപോകാനുള്ള ശക്തി എനിക്ക് ഇല്ലല്ലോടി. അവളുടെ തല ഓടിക്കൊണ്ട് പറഞ്ഞു. അതിനൊന്ന് താങ്ങുന്ന കണ്ടിട്ട് പോരെ മോനെ ദേവ ഡയലോഗൊക്കെ.
അവളുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് എന്നെ മറുപടി കൊടുത്തു. ആഹാ, പഴയ വെച്ച് ഓണായല്ലോ. എൻ്റെ ദേവ കൂടെയുള്ളതുകൊണ്ട് ഓണായി, അവളൊരു കുറുമ്പോടെ പറഞ്ഞു. അവൾ പതിയെ അവൻ്റെ മുറിവിൽ തൊട്ടു. അവൻ്റെ മുറിവ് കണ്ടിട്ട് അവളുടെ കണ്ണു നിറഞ്ഞു. ആ, അവൻ എരിവ് വലിച്ചു. അയ്യോ സോറി, നീ എന്നു മുതലാടി ഇങ്ങനെ ഫോർമലായി തുടങ്ങി എന്നോട്? എന്ത് പറ്റി രസു തനിക്ക്? എന്തിനാ എന്നെ തള്ളി വെടിയുണ്ട വാങ്ങിയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ വേദനിക്കേണ്ടി വന്ന്? അവളൊരു കുറുമ്പോടെ ചോദിച്ചു. തൻ്റെ കുറുമ്പാണ് അവനെ ഏറ്റവും ഇഷ്ടമെന്ന് അവൾക്കറിയാം. എൻ്റെ ലക്ഷ്യമാക്കി എന്തെങ്കിലും പറ്റിയ ഞാനും എൻ്റെ പിള്ളേരും പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? കുറച്ച് ദിവസം കാര്യം, പിന്നെ ഒരു സുന്ദരി കൊച്ചിനെ കെട്ടി ലൈഫ് ജിങ്കലാല. നിന്നോട് പറയാൻ വന്ന എന്നെ വേണ്ടി പറയാൻ. അപ്പോഴാണ് ആരോ വാതിൽ തട്ടി അകത്തേക്ക് വന്നു. വാതിൽ തുറന്നു കയറി അരുണിനെ കണ്ട് ലച്ചു ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ പിന്നാലെ വന്നവളെ കണ്ട് ലച്ചു ഞെട്ടിപ്പോയി. റീത്താമ്മ. അബിയുടെ അടുത്ത് നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് അവളും ഞെട്ടി. ഇതായിരുന്നു സർപ്രൈസ് ഉണ്ടെന്ന് അരുണേട്ടൻ പറഞ്ഞ് എന്ന മട്ടിൽ അവനെ നോക്കിയതും അവനൊന്ന് പുഞ്ചിരിച്ചു. ലച്ചു എന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ലച്ചു തിരിച്ച്. രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു. ദേവിന് അപ്പോഴാണ് മനസ്സിലായത് വെറുതെയുള്ള കണ്ടുപരിചയം. റീത്തുവിനെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ആരുടെ കുഞ്ഞാടി ഇത്? ആയിഷും ഫാവും സുഭദ്രയുടെ കയ്യിലുള്ള കുഞ്ഞിനെ കണ്ട് കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് ഞങ്ങളുടെ ഫ്രണ്ടാ, കൃതു എന്ന ആലങ്കൃത്. ഇതവന്റെ ബേബിയാ, മേഘക്കുറ്റി. അല്ലു അരിനങ്കിലിന്റെ മക്കളാ. അത് ശരി, എന്നാൽ ഞങ്ങൾ അവരൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചുംബിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ലച്ചു, നിന്റെ കരച്ചിലോ കഴിഞ്ഞോ എന്നൊരു ചിരിയോട് ചോദിച്ചുകൊണ്ട് കയറിയ ഫാഹു അകത്തുള്ളവളെ കണ്ട് ഞെട്ടി. കൂടെ ആയിഷു. റീത്താമേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും അവളുടെ അടുത്തേക്ക് ഓടിയിരുന്നു. അവരെ ചേർത്ത് പിടിച്ച് റീത്തു. ലച്ചുവിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ വന്ന്. ഒളിച്ചോടുമ്പൊന്ന് പറഞ്ഞിട്ടൊക്കെ പോവേണ്ട പെണ്ണെ. ഫാഹു. പറയാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ലടാ. എന്നാൽ അത് വേണ്ടി ഞങ്ങൾക്കൊന്ന് കോൾ ചെയ്തൂടെ? എത്ര വർഷമായിട്ട് നിനക്ക് അന്വേഷിക്കുന്ന? ഫാഹു ഒരു പെങ്ങളോടുള്ള കരുതലോടെ പറഞ്ഞു. ഫോൺ നമ്പറൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഫോൺ സേവ് ചെയ്ത. എന്നിട്ട് നമ്പർ എഴുതിയ പേപ്പർ കഷ്ടകാലത്തിന് കളഞ്ഞുപോയി. ഇങ്ങനത്തെ ഫോണാണെങ്കിൽ അന്ന് തന്നെ പൊട്ടിപ്പോയി. അളിയോ, അളിയനാണ് എൻ്റെ അളിയെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലില്ല കേട്ടോ. ഫാഹു പറഞ്ഞിട്ട് അവർക്കൊക്കെ ചിരി വന്നുപോയി. അവരുടെയൊക്കെ സ്വഭാവം റീത്ത് പറഞ്ഞ് അരുണിനെ നന്നായിട്ട് അറിയാം. എന്നാൽ നാട്ടിലേക്കൊന്ന് കണ്ടായിരുന്നൂടെ ഞങ്ങളൊന്ന്? ലച്ചു. വന്നായിരുന്നില്ല ഞാൻ. എപ്പോ? ഐഷു ചോദിച്ചു. ഈ ആളും പാളൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു ലച്ചുവിൻ്റെ വീട്ടിലേക്ക്. അന്ന് നിന്റെ മാമി മാത്രമാണ് വീട്ടിലുണ്ടായത്. നിന്റെ കല്യാണം കഴിഞ്ഞെന്നു നമ്പർ ചോദിച്ചപ്പോൾ എന്നോട് ചാടിക്കയറി. പിന്നെ അവർ വീട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ കഷ്ടകാലത്തിന് അത് പൂട്ടിക്കിടക്കുന്നു. റീത്ത് ഒരു കഥ പറയും പോലെ പറഞ്ഞു. നമുക്കാണ് ഇപ്പോൾ ആയിരിക്കും യോഗം അല്ലേടി ഐഷു? ആ പുറത്തേക്ക് നിന്റെ ട്രോഫികളാണോ? ഫാവു ചോദിച്ച റീത്ത് ഒരു ചിരിയോടെ തലയാട്ടി. ദൈവമേ, നിനക്കൊക്കെ രണ്ടെണ്ണായോ? നിന്റേതെവിടെ? കല്യാണം കഴിഞ്ഞ വർഷത്തിന് ഓരോ ട്രോഫി എന്നായിരുന്നല്ലോ കണക്ക്. അതൊക്കെ ഒരു മോഹമായിരുന്നടി. ഒരു 6 മാസം കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുന്ന പീക്കിരി. ഫാഹു ഐശ്വര്യ ചേർത്തുകൊണ്ട് പറഞ്ഞു. അതല്ല, അപ്പൊ ദേവക്കുമ്പി അറിയായിരുന്നു അവളെ? അറിയായിരുന്നു, പക്ഷെ എവിടെയോ കണ്ട പരിചയം മാത്രം. ആരാണെന്ന് മനസ്സിലായി രണ്ടാൾക്കും. ബെസ്റ്റ്. നല്ല ക്ലാസ്മേറ്റ് ആണ് രണ്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് മനസ്സിലായാലും പോലും. ലച്ചു പറഞ്ഞു. രണ്ടുപേരും വിളിച്ചു കൊടുത്തു. എടാ ഫാഹു, നിനക്ക് ആ ജൂനിയർ ഇസയെ ഓർമ്മയുണ്ടോ? ഐഷു. ഏത്? എനിക്ക് പ്രേമലേഖനം തന്ന പൂച്ച കണ്ണുള്ള ചുണ്ടിന്റെ ലേശം മുകളിലായിട്ട് മറുകുള്ള ആ ഫാവുവിന്റെ വിശദീകരണം കഴിഞ്ഞിട്ടാണ് ഐഷു കൂടുതലെന്ന് ഓർമ്മ വന്നു. എടി സാമദ്രോഹി എന്നെ കൊല കൊടുക്കാനായിരുന്നു ഇപ്പൊ ചോദിച്ചത്. അത് പിന്നെ ഞാൻ ചുമ്മാ ചോദിച്ചാ, നിനക്ക് ഓർമ്മയുണ്ടോ നോക്കാൻ. അതേതായാലും നന്നായി. ഈ ചെറുത്താൻ എന്നെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അയച്ചതെന്നറിയോ? ഫാവുവിനെ തള്ളിക്കൊണ്ട് ലച്ച് പറഞ്ഞു. അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് നിന്റെ മക്കൾക്കും ഭർത്താവിനുള്ളതാണ്. അങ്ങനെ ഓരോന്നും മിണ്ടിയും പറഞ്ഞുകൊണ്ടേയിരുന്നവർ. അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കാൻ നല്ല രസമുണ്ടെന്ന് അവർ നാലും കൂടി അരുണിനെ ദേവക്കും കാണിച്ചു കൊടുത്തു. 2 മാസങ്ങൾക്ക് ശേഷം താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞു. ദേവ് വളരെയധികം സന്തോഷത്തോടെ ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടി സിന്ദൂരരേഖ ചുവപ്പിച്ച് അവിടെ അമർത്തി ചുംബിക്കാനവൻ മറന്നില്ല. കഴിഞ്ഞ തവണ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്ത പ്രവൃത്തിയൊക്കെ ദേവിന്ന് അവന് സന്തോഷത്തോടെ ചെയ്തു. അതെ, എത്ര വർഷത്തേക്കുള്ള കല്യാണ കോൺട്രാക്റ്റാ? ആരും കളിയാക്കൊണ്ട് ചോദിച്ചു. 7 ജന്മത്തേക്ക്. ലച്ചുവിനെ തന്നെ നെയ്ച്ചോട് ചേർത്തെത്തിക്കൊണ്ട് ദേവ് ഒരു ചിരിയോടെ പറഞ്ഞു. പിന്നീട്
ും